അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹോസ്പിറ്റലിൽ നിന്ന് പോന്നപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സ് നിറയെ അവരായിരുന്നു. അതെ, ആ പിതാവിൻ്റെ മുഖം, ആ ദയനീയമായ മുഖം, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ, വേദനകൾ. ആ പിതാവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അത് തിരിച്ചറിയാൻ കഴിയും. പാവം, വളരെയധികം പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി മഴയും വെയിലും വകവെക്കാതെ തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആ മനുഷ്യൻ. സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത അദ്ദേഹത്തെ കൂടുതൽ വേദനിപ്പിച്ചു എന്ന് അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയാം. ഡോക്ടർക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലായി, ടെൻഷൻ കൂടിയതാണല്ലേ. എന്തായാലും പടച്ചോനെ, പാവം, അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലാതെ വേഗം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഷമ്മാസ് ഓരോന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമ്മ അവനെ വിളിച്ചു. മോനെ ഷമ്മാസ്. ആ, എന്തോ ഉമ്മ? അത് പാവല്ലടാ, അവരവസ്ഥ ആലോചിച്ചിട്ടേ. എന്താ ഉമ്മ ചെയ്യുക? നമ്മുടെ ഇക്കാക്ക ചെയ്തത് വല്ലാത്തൊരു തെറ്റായിപ്പോയി എന്നെനിക്കിപ്പോഴാണ് തോന്നുന്നത്. ആ ഒരു കുടുംബത്തിനോട് ഒരിക്കലും അങ്ങനെ ചെയ്യണ്ടായിരുന്നു. എന്തായാലും വല്ലാത്തൊരു ചതിയായിപ്പോയി ഇക്കാക്ക അങ്ങനെ ചെയ്തതിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് വരെ ലജ്ജ തോന്നുകയാണ് ആ കാര്യത്തിൽ. അത്രയ്ക്കും പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് പിന്നീട് അവരുടെ കാര്യമോ നോക്കാതെ മറ്റൊരു പെണ്ണുമായി നടക്കുക. ഹോ, എന്തൊരു കഷ്ടമാണിത്. എന്തപ്പോൾ ചെയ്യുക? ഉപദേശിക്കാൻ ഒരിക്കൽ പോയതാണ് ഞാൻ. പോയത് അതിനേക്കാളും 8ൻ്റെ പണി കിട്ടി. അവളെ അങ്ങ് ത്വലാക്ക് ചെല്ലുവാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ? മോനെ, ഞാൻ പറഞ്ഞില്ല നിന്നോട്, നീ അതിനൊന്നും പോകണ്ട. ഓൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. പല ദിവസങ്ങളിൽ എൻ്റെ പൊന്നു മോൻ ഷമ്മാസേ, ഞാൻ നിന്നോട് പറയാണ്, പലവട്ടം ഞാനും ഓനും എത്ര തിരക്ക് പിടിക്കണ്. ഞാനെന്തെങ്കിലും കാര്യം പറയും, ആ കാര്യം പറഞ്ഞാൽ ഓന് പറ്റൂല, ഓൻ എൻ്റെ മേത്തേക്ക് ഇങ്ങോട്ട് ചാടും. പിന്നെ സപ്പോർട്ടിനായിട്ട് മറ്റോളെന്താ പറഞ്ഞത് അതിനനുസരിച്ച് നടക്കുകയാണ്. കൈവശം വല്ലതും കൊടുത്തേക്കണോ ആവോ, ഇങ്ങനെ പെണ്ണുങ്ങളെ വാക്ക് കേട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഉമ്മ, അതെന്താ? അല്ലേ, പണ്ടത്തെ ആൾക്കാരൊക്കെ പറയണ കേൾക്കാം, പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് വശീകരിച്ചാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്ന് കൊടുക്കും അങ്ങനെയൊക്കെ. ഓളോട് വല്ലാതൊന്നും പറയില്ല, ഇടയ്ക്കൊന്നും പറയും, അത് ശരിയാണ്. പക്ഷേ എന്നാലും ഓളെന്താ പറയണതനുസരിച്ച് ഓൻ ആടിക്കൊടുക്കും. അങ്ങനെയുണ്ട്. അല്ലെങ്കിലും ചില ആളുകൾ അങ്ങനെയാണ്. ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ചെക്കൻ ആ പെണ്ണിൻ്റെ കയ്യിൽ ഒരു മൺപാത്രം പോലെയാണെന്നാ. അതെന്താ? അതെ, കളിമണ്ണ് പോലെയാണ്. കളിമണ്ണ് നമുക്ക് ഏത് രൂപത്തിലാക്കിയെടുക്കാൻ കഴിയും. ചില വിരുദ്ധത്തി പെണ്ണുങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ആണുങ്ങൾ അവരെന്താ പറയുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ രൂപം മാറ്റിക്കൊണ്ടേയിരിക്കും. ആ ഒരു കളിമണ്ണ് എന്തൊക്കെ നമുക്കതുകൊണ്ട് ഉണ്ടാക്കി ഏത് രൂപത്തിലും ഷേപ്പാക്കി എടുക്കാമല്ലോ. അതുപോലെ തന്നെയാണ് ചില പെണ്ണുങ്ങൾ ആണുങ്ങളെ കിട്ടിയാൽ ഓലെ വരച്ച വരയിലാണ് നിർത്തും. പിന്നെ അവർ പറഞ്ഞതനുസരിച്ച് അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെ. ഹോ, അങ്ങനെയുണ്ടോ? അതിൽ പെട്ടുപോയിക്കണെന്ന് തോന്നുന്നുണ്ട്. അല്ല അപ്പം എന്താ ഉമ്മ, നമുക്കൊന്നും പറയണ്ട. ഇനിയിപ്പോൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തില്ലേ? എത്രയായാലും രണ്ടാമതും കെട്ടിയില്ലേ? എത്രയായാലും ഭാര്യ തന്നെയല്ലേ. മോനെ, നിക്കാഹ് കഴിച്ചേക്കണമെന്നോ അതൊന്നും സാക്ഷികളുണ്ടോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഓള് ഒരു ദിവസമുണ്ട് ഒരു രണ്ടാളും കൂടി കയറി ഇങ്ങോട്ട് വരണേ. അതും ഈ പെണ്ണിൻ്റെ മുമ്പക്കാണ് വരുന്നതേ. എത്ര വേദനിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ തന്നെ അറിയുള്ളൂ. വേറെ എൻ്റെ മുമ്പും പിമ്പും ഒന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശയിലൊക്കെ പറയും, ഞാനൊരാളെ കൂടി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ, എനിക്ക് ഓളെ പോരാ, എൻ്റെ ഇഷ്ടത്തിനൊന്നും അവളെ കിട്ടണില്ല, അപ്പോൾ ഞാൻ മറ്റൊരുത്തിയെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയും. അപ്പോഴൊക്കെ ഞാൻ ഓനെ വഴക്ക് പറയും, നീ ഒന്ന് പോടെ ഫൈസലേ, നീ എന്താ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതൊരിക്കലും മോനെ കാര്യത്തിലാക്കിയിട്ടില്ല. അന്ന് എനിക്ക് സുഖമില്ലാത്ത സമയത്ത് ഇവിടെ റൂം സെറ്റാക്കുന്ന പണിയായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ. ആ ഒരു ടൈമിനൊക്കെ നല്ല തിരക്കായിരുന്നു. ആ ടൈമിന് പണിക്കാരല്ല എന്നെ കൊണ്ടുപോയത്. ഓനെ കിട്ടൂലല്ലോ, ഓനെപ്പോഴും അവിടെയും ഇവിടെയും പോയി നിൽക്കും. എപ്പോഴാണ് കയറി വരിക? ഇവിടെ അടുത്തേക്ക് പോയതായിരിക്കും, ആർക്കറിയാം. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്ക് ദോഷം വെറുതെ കൂട്ടണ്ട. അസ്തഗ്ഫിറുല്ലാഹ്. അല്ല, ഞാൻ നിന്നോട് കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഉമ്മ, ഒന്നും പറയണ്ട നമുക്ക്. അതൊക്കെ ഇക്കാക്കാൻ്റെ അടുത്ത് നിന്ന് പറ്റിപ്പോയതല്ലേ. അത് ഇക്കാക്കയും പഠിച്ചവനുമായിട്ട് ആയിക്കോളും. അതൊന്നും കയറി ചിന്തിക്കേണ്ട, അതിനെക്കുറിച്ചൊന്നും പറയുകയും വേണ്ട. മോനെ, സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാടാ. എന്തായാലും എൻ്റെ മോൻ തന്നെയല്ലേ ഫൈസൽ. ഓൻ കാട്ടിക്കൂട്ടിയതൊക്കെ ആലോചിക്കുമ്പോൾ
പഠിച്ചോനെ അല്ലാ, കുറേയൊക്കെ ഉപദേശിക്കാൻ പോവും, സഹിക്കാൻ കഴിയാതെ നമ്മളെ ഉപദേശിക്കാൻ പോലുള്ളൂ. അപ്പോൾ കണക്കിന് ഇങ്ങോട്ട് തരുകയും ചെയ്യും. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് നല്ലോണം പറയും. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും എനിക്ക് ശീലമില്ലായിരുന്നു. മക്കളിങ്ങനെ തട്ടുത്തരം പറഞ്ഞാൽ പിന്നെ ഇപ്പം എന്താ തള്ളാർ മിണ്ടാതിക്കോ? ഉമ്മ എന്ത് പറഞ്ഞാലും നിങ്ങൾ മിണ്ടണ്ട, ഒക്കെ പഠിച്ചവൻ്റെ വിധിയാന്ന് കൂട്ടിയാൽ മതി. ഉമ്മ ഇത്താത്താനെ കണ്ടിരുന്നല്ലേ മോനെ? അത് അവർക്ക് എൻ്റെ ബെഡ്ഷീറ്റോ പുതപ്പോ എന്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയതാന്നൊക്കെയാണ് പറഞ്ഞിട്ടത്. എന്തായാലും പാവം പഠിച്ചോനെ, അതും ബസ്സും കയറിറങ്ങി അങ്ങനെ നടക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, പെൺകുട്ടികളായാലും ഒന്ന് ഡ്രൈവിങ് പഠിക്കണം നല്ലതാണ്. കുടുങ്ങണ നേരത്തൊക്കെ ഒന്നേ, ആണുങ്ങളില്ലാത്ത സമയത്തൊക്കെ ഒന്ന് സ്വന്തമായി ഒന്ന് എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഉമ്മ പാവല്ലേ ഇത്താത്ത, ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? ഇക്കയുടെ ആ പ്രതീക്ഷയും ഇല്ലാതായില്ലേ മോനെ? അല്ലെങ്കിലും ഫൈസലിൻ്റെ ഒരു പ്രതീക്ഷ ഓൾക്കുണ്ടോ? ഇല്ല, ഒന്നും നോക്കലില്ല. ഉള്ളത് പറയാലോ, ഒരു കാര്യം ഞാനെന്തെങ്കിലും വല്ലപ്പോഴും കൊടുക്കണം, അതല്ല എനിക്ക് ഉള്ളത്. മോനെ നമുക്ക് കഴിയുന്ന രീതിയിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ ആ പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലങ്ങളും പഠിച്ചവൻ്റെയൊക്കെ നമുക്ക് കിട്ടും. വേറെ ഒരു കുട്ടി ഇതറിയും വേണ്ട. ഉമ്മ ഹേയ് ഇല്ല ഉമ്മ, അങ്ങനെ ആരോട് ഞാൻ പറയില്ല. പിന്നെ അത് കൊടുത്തിട്ട് പ്രതിഫലം ഇല്ലല്ലോ, നമുക്കൊരു കാര്യം ഉണ്ടാവില്ലല്ലോ. ഒരു കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നാണല്ലോ. അപ്പോൾ നമ്മൾ അറിയാത്ത രീതിയിൽ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക, അതൊക്കെ തന്നെ നടക്കുള്ളൂ. എന്തായാലും പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ രാത്രിയൊക്കെ എന്തെങ്കിലും ആവശ്യവും ബുദ്ധിമുട്ടും ഒക്കെ ആകുമ്പോഴൊക്കെ അതൊക്കെ പ്രയാസം തന്നെ. പഠിച്ചോൻ കാക്കട്ടെ. ആ രാത്രി മുഴുവനും ഷമ്മാസിനെ അവരുടെ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. പഠിച്ചോനെ, എൻ്റെ ഇക്കാക്ക കാട്ടിയത് വല്ലാത്തൊരു മോശം പ്രവൃത്തിയാണ്. അതുകൊണ്ട് അനാഥമായത് അതാ ആ ഒരു വീട്ടുകാരാണ്. ആ ടെൻഷൻ കൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതും. പഠിച്ചോനെ, എന്തായാലും എൻ്റെ ഇക്ക അങ്ങനെയൊക്കെ ചെയ്തു, അദ്ദേഹത്തിന് പുറത്ത് കൊടുക്ക് തമ്പുരാനെ. ഷമ്മാസ് ഫൈസലിന് വേണ്ടി ദുആ ചെയ്യുന്നു. രാത്രി 10:30 ഫൈസലും ഷാനിയും എവിടെ നിന്നോ കയറി വരുന്നു. ഉമ്മ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോയതായിരുന്നു? ഞങ്ങൾ ഒന്ന് കറങ്ങാൻ പോയതായിരുന്നു. എന്തേ, നിങ്ങളെന്താ ചോദിക്കണേ? ഞാൻ നിങ്ങളോട് രാവിലെ ഒരു കാര്യം ചോദിച്ചിരുന്നല്ലോ, അപ്പോൾ നിങ്ങളെന്തേ എന്നോട് പറഞ്ഞോ? ഉമ്മാക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. പഠിച്ചോനെ, എന്തൊരു തട്ടുത്തരാണ് ഈ പറയണത്? മോനെ, നീ എൻ്റെ മോനാണ്. അതേ, നിങ്ങളാണ് എൻ്റെ തള്ള, എൻ്റെ ഉമ്മ, മനസ്സിലായില്ലേ? കുറച്ചൊക്കെ മക്കളത് കേട്ട് നിൽക്കേണ്ടി വരും, കുറച്ച് വയസ്സായി തുടങ്ങുമ്പോൾ കേട്ടോ. എപ്പോഴും ഇങ്ങോട്ട് ഭരിക്കാൻ പാടില്ല. കുറച്ചൊക്കെ പ്രായമായി കഴിയുമ്പോൾ മക്കളത് കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ വീട്ടിൽ ഇരുന്നോണം. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ തെണ്ടി നടക്കാനല്ല പണി. എടാ മോനെ, എന്ത് ഈ പറയണത്? ഈ ആരോടെ ഈ പറയണത്? അതെ, എൻ്റെ പെറ്റ തള്ളനോട് ഞാൻ പറയണത്. എന്താ? മറ്റം വന്നതിൻ്റെ ശേഷം തലയിലല്ല നിലത്തുമല്ല, ആ രീതിയിലാണ് നടപ്പ്. എന്താന്നില്ലേ? അതിനെന്താടാ, അവൻ എൻ്റെ അന്യർ ഒന്നല്ലല്ലോ, എൻ്റെ മോൻ തന്നെയല്ലേ അവനും. നീ കൊണ്ടുപോകില്ലല്ലോ എന്നെ. കൊണ്ടുപോകാൻ പറ്റൊരു സാധനം ഇല്ലടാ, ഞാൻ വരുന്നില്ല, ഒരിക്കലും ഞാൻ വരുന്നില്ല നിൻ്റെ കൂടെ. എന്തിന്? ഞാൻ ചോദിച്ചിട്ട് പോലുമില്ല. അവൻക്ക് പെണ്ണും പിടക്കോയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ, പൊന്നാര മോനെ കൊണ്ട് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്തുവിടായിരുന്നോ? കെട്ടിച്ചിരുന്നല്ലോ നിന്നെ, നിനക്ക് വേണ്ടി നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കെട്ടിച്ച് തന്നിരുന്നല്ലോ. നീ തന്നെ അത് മനഃപൂർവ്വം കുളം തോണ്ടിയില്ലേ? അനുഭവിക്കടേ, നോക്കിക്കോ. എപ്പോഴത് വായ തുറന്നാൽ ഇതേ കേൾക്കുള്ളൂ. അതേ, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്തു. ഇനി എൻ്റെ കാര്യത്തിലെങ്ങാനും നിങ്ങൾ ഇടപെടാൻ വന്നിട്ടുണ്ടെങ്കിൽ. എടാ, നീ ആരോടെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നത്? എൻ്റെ പെറ്റ് തള്ളയല്ലേ ഞാൻ? ആണ്, അതുകൊണ്ട് തന്നെയാണ് കുറച്ചൊക്കെ അടങ്ങി ഒതുങ്ങി ഒരു മൂലക്കിലിരിക്കണം. അല്ലാതെ ഒരു മോന് വന്നു വിചാരിച്ചിട്ട് അവൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കലല്ല പണി, മനസ്സിലായോ? ഉമ്മ സങ്കടത്തോടെ കരഞ്ഞു. ഉമ്മക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. പഠിച്ചോനെ, ഞാൻ പെറ്റ മോനാണല്ലോ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ഉമ്മ കരയുകയാണ്. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് അതാ ഷമ്മാസ് എണീക്കുന്നു. അവൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു, എന്തോ ഒരു ആലോചനയിലായിരുന്നു. എന്താ അവിടെ വലിയ ശബ്ദം ഒക്കെ കേൾക്കുന്നത്? ഷമ്മാസ് വാതിൽ തുറന്ന് അങ്ങോട്ട് വന്നു. അതാ വരുന്നു പുന്നാര മോനെ ഉമ്മയെ രക്ഷിക്കാൻ. എന്താ ഇക്കാക്ക, എന്താ നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാനാണോ പ്രശ്നം ഉണ്ടാക്കിയത്?
നിൻ്റെ ഉമ്മേനാണ് പ്രശ്നം ഉണ്ടാക്കിയത്. എൻ്റെ ഉമ്മയോ? എന്ത് ഇക്കാക്ക നിങ്ങളീ പറയണത്? അത് നമ്മളെ ഉമ്മയല്ലേ, നമ്മൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? നിൻ്റെ എൻ്റെ എന്നൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പോൾ കൂടുതലായിട്ട് മോനോട് സ്നേഹം, മോൻ്റെ കൂടെ നടക്കുക, അതൊക്കെ തന്നെയല്ലേ. അല്ലാതെ ഇക്കാക്ക ഉമ്മ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇക്കാക്ക് ഇഷ്ടം പോലെ എങ്ങോട്ടേച്ച് കൊണ്ടുപോകായിരുന്നല്ലോ. കൊണ്ടുപോകാൻ പറ്റിയൊരു സാധനം. മോനെ വേണ്ടടാ, ഒന്നും പറയണ്ട. ഷമ്മാസിനോട് ഉമ്മ കരഞ്ഞു പറയുന്നു. ഇക്കാക്ക നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ, നമ്മളെ ഉമ്മയാണ്. ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് ഇക്കാക്ക പഠിച്ചിട്ടില്ലേ? സ്വർഗം എന്താന്നില്ലേ, സ്വഭാവം കുറച്ച് മാറ്റി പിടിക്കണം, എന്നെങ്കിലും നന്നാവുള്ളൂ. എല്ലാ തള്ളാരും ഇങ്ങനെ തന്നെയാണോ? മക്കൾ എങ്ങോട്ടാണ് പോകണേ വരുന്നേ അതൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് നടക്കുക. ഞാൻ ഇവളുടെ കൂടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കറങ്ങും, അത് ചോദിക്കാൻ നിങ്ങളാരാ? രംഗം വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഷമ്മാസിന് ആകെ സങ്കടമായി. അവൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ അകത്തേക്ക് പോയിക്കോളൂ. ഇക്ക നിങ്ങൾ പോയിക്കോളൂ അകത്തേക്ക്, ഇപ്പോൾ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട. പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലം ഇബിലീസുകളുള്ള സ്ഥലമാണെന്ന് ഇക്ക നമ്മളൊക്കെ പഠിച്ചതല്ലേ. ഞാനങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. ഇവിടെ ആരും ഇബിലീസ്? നിങ്ങളൊക്കെ തന്നെയാണ് ഇബിലീസ്. ഇറങ്ങിപ്പോടാ ഷമ്മാസേ, നീ വന്നതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. മറ്റേത് എന്തെങ്കിലും ഉപദേശിക്കാൻ വരുന്നുണ്ടെങ്കിലും ഞാനതങ്ങോട്ട് തള്ളി മാറ്റിയാണ് പോലായിരുന്നു. ഇപ്പോൾ കൂടുതലായിട്ടുണ്ട് ഉമ്മാക്ക് കുറച്ച്. നിനക്കൊന്ന് ഇറങ്ങിപ്പോയിക്കൂടി വീട്ടിൽ നിന്ന്. നീ വന്ന അന്ന് മുതൽ എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. ഇക്കാക്ക നിങ്ങൾ എന്താ പറയണത്? ഞാൻ എനിക്കയോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിനക്ക് ഓരോന്നറിയണം, എൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയണം, ഞാൻ എത്ര പെണ്ണ് കെട്ടി അറിയണം, എൻ്റെ പെണ്ണിനെന്താ നോക്കാത്ത അറിയണം. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ ഡൈവേഴ്സ് അങ്ങോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. നിൻ്റെ ഈ ചോദ്യം കൊണ്ടും ഇക്കാക്ക ഞാനത് ഒന്നുകൊണ്ടും പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് അത് ഇത്താത്താക്ക് ചിലവിന് കൊടുക്കുന്ന കാര്യം അതൊക്കെ അങ്ങനെ കൊടുക്കാതിരുന്ന തെറ്റല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും ഇക്കാക്കയെ താഴ്ത്തി കിട്ടാൻ വേണ്ടിയിട്ടോ. ആര് പറഞ്ഞു അങ്ങനെയല്ലാന്ന്? നീ എന്നെ മനഃപൂർവ്വം അങ്ങോട്ട് ചെറുതാക്കുകയാണല്ലേ. അതേ, ആര് തന്നെ ചെറുതാക്കാൻ ശ്രമിച്ചാലും ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാൽ ഈ ഫൈസൽ താഴൂല കേട്ടോ. അവനെല്ലായിടത്തും ജയിച്ച ചരിത്രമേ ഉള്ളൂ. ഷമ്മാസേ, നീ എൻ്റെ അനിയനാണ്. എൻ്റെ മെക്കെട്ടെങ്ങാനും കയറാൻ വന്നാലുണ്ടല്ലോ പിടിച്ച് പുറത്താക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും ഞാൻ പറഞ്ഞത്. ഉമ്മ അത് കേട്ടു. എങ്ങോട്ട് ഇറങ്ങി പോണ കാര്യമാണ് ഈ പറയുന്നത് ഫൈസലേ? ഈ വീട് ആരതാ? ഈ വീട് ആരതായാലും ഇതിപ്പോൾ എൻ്റെ കെയർ ഓഫിലാണുള്ളത്. ആഹാ, അങ്ങനെ ഒരിക്കലും അല്ലല്ലോ. ഇതേ നിങ്ങളെപ്പോൾ ഉണ്ടാക്കിയ വീടാണ്. നിങ്ങൾ ഉപ്പാൻ്റെ പേരിലാണ് ഇപ്പോഴും ഈ ഒരു വീടുള്ളത്. അതെ, അതിലൊരു മാറ്റം വരുത്തിയിട്ടില്ല. ഉപ്പ കഴിഞ്ഞാലേ പിന്നെ സ്ഥാനം ഇവിടെ നിൽക്കുന്ന ആൾക്കാണ്, അത് ഞാനാണ്. ഇക്കാക്ക പിന്നെ അങ്ങ് സൗദിയിലല്ലേ, അവിടെ കാലാകാലം. ഇപ്പോൾ ഇതുവരെ വീട് കൊണ്ടു നടന്നത് ഞാനാണ്. അപ്പോൾ ഇവിടെ ഞാനാണ് നിൽക്കേണ്ടത്. അതിപ്പോൾ ഇവിടെ വലിയ ആളും ഇപ്പോൾ ഞാനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കണോല് ഞാൻ പറഞ്ഞത് കേട്ടു അനുസരിച്ചൊക്കെ നിൽക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഷാനിക്ക് അത് കേട്ടപ്പോൾ വല്ലാതെ സന്തോഷമായി. ഫൈസൽ അങ്ങനെ തന്നെ പറയട്ടെ, അങ്ങനെ പറയണം. എവിടെയും തോറ്റു കൊടുക്കാൻ പാടില്ല, എല്ലായിടത്തും ജയിക്കണം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതെ, അന്ന് പറഞ്ഞിരുന്നോ ഞാൻ ഇറങ്ങി പോകുന്നിരുന്നു ഫൈസൽ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞില്ലേ നിങ്ങൾ ഇറങ്ങി പോകണം ഇവിടുന്ന്. അങ്ങനെ തന്നെ വേണ്ടത്. എന്തായാലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. കുറച്ചൊക്കെ പെണ്ണുങ്ങൾ പറയുന്നതും കേട്ട് നിൽക്കണം, എന്നെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. ഷമ്മാസ് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഷമ്മാസ് ഒരിക്കലും ഇക്ക തന്നോട് അങ്ങനെ പറയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. കാരണം ഇക്കയെ ഞാൻ അത്യധികം സ്നേഹിക്കുന്ന ഒരാളാണ്. ഇക്കയോട് ഒരു കറുത്ത വാക്കൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാലും മിക്ക എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് പഠിച്ചോനെ ഞാൻ എന്താ ചെയ്യുക? ഒരു ഭാഗത്ത് ഉമ്മ സങ്കടപ്പെട്ടിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഷമ്മാസ്. ഉമ്മ മെല്ലെ ഷമ്മാസിൻ്റെ അടുക്കിലേക്ക് ചെന്നു. മോനെ, ഷാമോനെ, മോനെ, എൻ്റെ മോൻ വിഷമിക്കണ്ട കേട്ടോ. അവനൊരു ചൂടിന് അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് എൻ്റെ മോനെ ഇറങ്ങിപ്പോകാനൊന്നും നിൽക്കരുത് കേട്ടോ. ഉമ്മയെ വിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാണ്? ഉമ്മ ഈ ഷമ്മാസ് ഇറങ്ങണമെങ്കിൽ എൻ്റെ കയ്യിൽ
എൻ്റെ ഉമ്മയുണ്ടാവും. എൻ്റെ ഉമ്മയെ കൈ പിടിച്ചുകൊണ്ടേ ഞാനിവിടെ നിന്ന് ഇറങ്ങുള്ളൂ. അല്ലാതെ ഒറ്റയ്ക്ക് എൻ്റെ സുഖം നോക്കി ഞാൻ പോവില്ലമ്മ. സത്യമായിട്ടും ഞാനുള്ളിടത്തോളം കാലം എൻ്റെ ഉമ്മ ഒരു കാര്യത്തിലും വിഷമം അനുഭവിക്കേണ്ടി വരില്ല. സത്യം. പിന്നെ ഉമ്മ ഇക്കാക്ക അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഉമ്മ ഒന്നും വിഷമിക്കണ്ട കേട്ടോ. കാരണം ഇക്കാക്കാൻ്റെ സ്വഭാവം അങ്ങനെയൊക്കെയല്ലേ. അതൊക്കെ ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. മോനെ, എൻ്റെ ഒരു മനസ്സ് എന്നോടൊന്ന് ഇറങ്ങിപ്പോകാൻ വരെ പറഞ്ഞിട്ടും നീ അങ്ങനെയാണല്ലോ പറയണത്. കൂടപ്പിറപ്പിനെ ഇത്രയധികം സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവോ പഠിച്ചോനെ? പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് എല്ലാവരോടും സ്നേഹമാണ്. ഒരു വെറുപ്പും വിദ്വേഷവും ഇല്ല. ആരിങ്ങോട്ട് എന്ത് കാട്ടിയാലും പറഞ്ഞാലും തിരിച്ച് അങ്ങോട്ടൊന്നും ചെയ്യൂല. അത്ര വാശിയും വൈരാഗ്യവും ഇല്ല. പഠിച്ചോനെ, എൻ്റെ കുട്ടിയെ നീ നന്നാക്കണേ അല്ലാ. ഉമ്മ ദുആ ചെയ്തു. ഫൈസൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മക്ക് ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഉമ്മ വിചാരിക്കാണ്, പഠിച്ചോനെ എന്താ ഞാൻ ചെയ്യുക? എൻ്റെ മോന് ഷമ്മാസ് കല്യാണം പ്രായമായ ചെക്കനാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഓൻ്റെ നിക്കാഹും കഴിയേണ്ടതാണ്. അപ്പോൾ ആ കുട്ടിക്കും കയറി വരാനുള്ള ഇടം ഇതാണ്. ഇങ്ങനെ ഈ പ്രശ്നം ഉള്ള വീട്ടിലേക്ക് ഏതെങ്കിലും പെൺകുട്ടികൾ കയറി വന്നാൽ നിൽക്കുമെന്നുള്ള പേടി പഠിച്ചോനെ എനിക്കുമുണ്ട്. കാരണം അവിടെ ഒന്നും പ്രശ്നമാണ്, അവിടെ വഴക്കാണ്, വക്കാനാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പെൺകുട്ടികൾ നിൽക്കുമോ? റബ്ബേ, എന്താണ് ഇനി ചെയ്യുക? ഇനിയിപ്പോൾ ഷമ്മാസ് സുഖമായി ജീവിക്കുകയാണെങ്കിലും ഒരു പക്ഷേ ഫൈസലിന് അത് ഇഷ്ടമുണ്ടാവില്ല. ഓനക്ക് ഒരു കണ്ണുകടിയൊക്കെ ആയിരിക്കും. ഓൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും എന്തൊക്കെയാണാവോ പഠിച്ചോനെ. എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ. ഇവിടെ നിൽക്കാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ ഇതാ വേറെ എന്തെങ്കിലും നോക്കേണ്ടി വരും. വീടും പറമ്പും ഒന്നും വാങ്ങാനും എടുക്കാനൊന്നും പൈസ ഇല്ലാത്ത ആളുകളൊന്നല്ലോ അല്ലല്ലോ. ഇനിയിപ്പോൾ ഫൈസൽ ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ ഷാമോനെ വേറെ വീടെടുക്കട്ടെ. എന്നിട്ട് പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരും. അല്ലാതെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ഉമ്മാക്ക് ആകെ വിഷമമായി. ഉപ്പ ഉണ്ടാക്കിയ വീടാണിത്. അധികം പഴക്കവുമില്ലാത്ത നല്ലൊരു വീട്. ഈ വീട് വിട്ടിറങ്ങി പോവുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സങ്കടം തന്നെയാണ്. പക്ഷേ ഫൈസലിൻ്റെ സ്വഭാവം ദിനം പ്രതി മോശമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫൈസൽ നിർത്തുന്ന വലിയ ഉറപ്പൊന്നുമില്ല. പ്രത്യേകിച്ച് എൻ്റെ ഷാമോനെയും ഓൻ കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങളെയും. പഠിച്ചോനെ, അതിൻ്റെ മുമ്പൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം എൻ്റെ മോൻ എടുത്താൽ മതിയായിരുന്നു. അന്ന് ഷമ്മാസിനും ഉറക്കം വരുന്നില്ലായിരുന്നു. അവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അത് ഉമ്മ അറിഞ്ഞു. ഉമ്മയും ഉറങ്ങിയിട്ടില്ലായിരുന്നു. മോനെ, ഷാമോനെ, നീ എങ്ങോട്ടാടാ ഈ നട്ടപ്പാതിരാക്ക്? ഉമ്മ, ഉറക്കം കിട്ടുന്നില്ലമ്മ. മോനെ, എൻ്റെ സ്ഥിതി അത് തന്നെയാണ്. ഉറങ്ങാൻ കഴിയണില്ല, ഉറക്കം വരുന്നില്ല ഓരോന്ന് ആലോചിച്ചിട്ട്. ഉമ്മ, നിങ്ങൾ ഉറങ്ങിക്കോളൂട്ടോ. നിങ്ങൾ ഉറക്കം ഒഴിവാക്കി ഓരോ അസുഖം ഉണ്ടാക്കി തീർക്കരുത്. മോനെ, എൻ്റെ മോനെ, നമുക്കിടാ ഉപ്പുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയൊന്നും എൻ്റെ ഇക്കാക്ക് എന്നെ ചീത്ത പറയുമായിരുന്നില്ല. എൻ്റെ കുട്ടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ഉപ്പാക്ക്. പക്ഷേ ഉപ്പാൻ്റെ കൂടെ അധികം ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. സാരമില്ലടാ, എൻ്റെ മോൻക്ക് അള്ളാഹു ഖൈർ തരും. എല്ലാത്തിലും നോക്കിക്കോയേ. ഉമ്മ, എൻ്റെ ഉമ്മ വിഷമിക്കരുത്. ഉമ്മയുടെ ആ ഒരു തലയിൽ ഷമ്മാസ് മെല്ലെ തലോടി കൊണ്ടിരുന്നു. എൻ്റെ ഉമ്മ ഉറങ്ങിക്കോളി. ഇതാ ഞാനുണ്ടല്ലോ ഇവിടെ ഉമ്മാക്ക് സമാധാനത്തിന്. എൻ്റെ ഉമ്മ ഉറക്കൊഴിക്കാൻ പാടില്ല കേട്ടോ. പ്രഷറും ഷുഗറൊക്കെ ഇപ്പോൾ നോർമലായി നിൽക്കുകയാണ്. ഇനി ടെൻഷൻ കൂടി അതൊന്നും കൂട്ടില്ല എൻ്റെ ഉമ്മ. ഇല്ല മോനെ, നീ ഉണ്ടാവുമ്പോൾ എനിക്ക് എന്തിനാടാ ടെൻഷന് എൻ്റെ ഉമ്മ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇക്കാക്ക് പറഞ്ഞത് ആലോചിച്ചിട്ട് എനിക്കൊരു സങ്കടം. ഇവിടെ ഞാൻ നിൽക്കുന്നത് ഇക്കാക്ക് ഇഷ്ടമില്ലാത്ത പോലെയാണ് ഉമ്മ. എന്നെ പറഞ്ഞ് കേട്ടില്ലേ മോനെ? അത് ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. പക്ഷെ എന്നാലും ഇറങ്ങി പോവാന്നൊക്കെ പറഞ്ഞത് അത് കുറച്ച് കൂടിയ പറച്ചിലായിപ്പോയി. പിന്നെ എൻ്റെ മോന് വിഷമിക്കല്ലേ കേട്ടോ. എന്തൊക്കെ തന്നെയായാലും ഈ ഉമ്മയുണ്ടല്ലോടാ. എൻ്റെ മോൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇതാ ഈ ഉമ്മയും മോൻ്റെ കൂടെ അങ്ങോട്ട് വരും കേട്ടോ. ഉമ്മ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലെങ്കിലും ജ്യേഷ്ഠനും അനിയനും ഫാമിലിയൊന്നും ഒരുമിച്ച് നിൽക്കുന്നത് ശരിയല്ല ഉമ്മ.
എല്ലാവരും വേറിട്ട് നിൽക്കുമ്പോൾ തന്നെയാണ് കുറച്ചൊക്കെ സ്നേഹം ഉണ്ടാകുക. കൂട്ടുകുടുംബമൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ നല്ല രീതിയിലാണ്. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് താല്പര്യമാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാണ്ട്. എന്താ മോനെ? മോന് പറയൂ. ഉമ്മ, നമുക്ക് കുറച്ച് വിട്ട് എന്ന് വെച്ചാൽ ഈ നാട്ടിൽ തന്നെ, ദൂരെ എങ്ങും പോവണ്ട, കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീട് അവിടെ വെച്ചാലോ? സ്ഥലമുണ്ട് താഴെ ഭാഗത്തേക്കൊക്കെ, പക്ഷേ അതൊന്നും അത്ര സൗകര്യമില്ല നമുക്ക്. അങ്ങനെയല്ലോ ഉമ്മ നല്ലത്? അങ്ങനെ നമ്മൾക്ക് അങ്ങോട്ട് മാറിയാലോ? ഷമ്മാസിൻ്റെ ആ ഒരു വാക്ക് ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു. അതിൽ ഒന്നാമതായി സങ്കടം വരാൻ കാരണം മറ്റൊന്നുമല്ല, ഉപ്പ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണിത്. ഈ വീട്ടിൽ നിന്നാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. അപ്പോൾ ആ വീട്ടിൽ തന്നെയാണല്ലോ എല്ലാ ഉമ്മമാരും കഴിയാറുള്ളത്. അപ്പോൾ അതൊരിടങ്ങാറ്. പിന്നെ സന്തോഷം എന്ന് വെച്ചാൽ മകൻ പുതിയൊരു വീടിനെ കുറിച്ച് ആലോചിക്കുന്നു. അപ്പോൾ ഇനി അവൻ്റെ കല്യാണം കഴിഞ്ഞാലും അവർക്ക് അവിടെ നിൽക്കാമല്ലോ, ആരുടെയും കണ്ണും മോറും കാണാതെ നല്ല രീതിയിൽ നിൽക്കാമല്ലോ. ഉമ്മ, എന്താ നിങ്ങളുടെ അഭിപ്രായം? മോനെ, ഞാൻ എന്ത് പറയാനാണ്? എനിക്കെന്താ മോനെ, എൻ്റെ മക്കൾ പറയുന്ന പോലെ എനിക്ക് പറ്റുള്ളൂ. ഒരാളാണെങ്കിൽ ഇറങ്ങി പോകാൻ പറയുന്നു, ഒരാൾ എന്നെ കൈ പിടിക്കാൻ നിൽക്കുന്നു. ഞാൻ എന്താ മോനെ ചെയ്യുക? എനിക്കറിയില്ല. ഉമ്മ, ഞാനല്ല ഉമ്മാൻ്റെ ചെറിയ മോനെ. സാധാരണയായിട്ട് ചെറിയ മക്കളുടെ കൂടെയല്ലേ ഉമ്മമാർ നിൽക്കാറുള്ളത്. അപ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ വരണം, അതാണ് എനിക്ക് ആഗ്രഹം. മോനെ, അതൊക്കെ ശരിയാണടാ, പക്ഷേ ഉപ്പ പിരിഞ്ഞു പോയ, ഉപ്പ അധ്വാനിച്ചുണ്ടാക്കിയ ഈ ഒരു വീട്ടിൽ നിന്ന് ഞാൻ പോരാന്ന് പറയുമ്പോൾ മനസ്സിന് അല്പം ഇടങ്ങാറുണ്ടടാ. ഇവിടെ എൻ്റെ ഓത്തും പാട്ടും ഖുർആൻ പാരായണം അതും ഇല്ലെങ്കിൽ ഒരു കഥയായിരിക്കും ഈ വീട്. ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് ഇതാ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യം അതും ഇല്ലായിരുന്നു. ഇപ്പോൾ ഞാനും കൂടെ അതിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ ഇവിടെ എന്താടാ അനാഥമാവൂലേ? ഒരു മുസ്ലിമിൻ്റെ വീടാന്ന് ഇവിടെ എങ്ങനെ പറയുമോ? ഒരിക്കലുമില്ല. ആരെങ്കിലും ഖുർആൻ പാരായണം ഒന്ന് ചെയ്യുമോ? മുസ്ഹഫ് ഒന്ന് തൊട്ട് നോക്കുമോ? നിസ്കരിക്കുമോ? അതൊന്നും ഉണ്ടാവില്ല മോനെ ഈ ഒരു തറവാട്ടിൽ. അതുകൊണ്ടാണ് എനിക്ക് സങ്കടം, അല്ലാതെ മോൻ്റെ കൂടെ വരുന്നതിനൊന്നല്ല. ഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെ ജീവിക്കണം, അതന്നെ. നിസ്കരിക്കാൻ കുറച്ച് സ്ഥലം വേണം, ഖുർആൻ ഓതാനും, അത്ര മതി. കൂടുതലായിട്ടൊന്നും വേണ്ട. മരിക്കോളല്ലേ, കുറച്ച് കാലത്തെ ജീവിതമല്ലേ, അത്രയൊക്കെ മതി. നമ്മളപ്പ എത്രമാത്രം മുതലുള്ള ആളാണ്, അതൊക്കെ ഇട്ടെറിഞ്ഞു പോയില്ലേ? ഇപ്പം കിടക്കുന്ന കണ്ടില്ലേ 6 അടി മണ്ണിൽ. അത്രയുള്ള മനുഷ്യന്മാരവസ്ഥ. കൂടുതലായി നമ്മൾ ചിന്തിക്കും ആഗ്രഹിക്കൊന്നും വേണ്ട. നമ്മളെ കയ്യിലുള്ളത് നമ്മൾ ദാനം ചെയ്യുക, എന്നാലാണ് നാളേക്കൊക്കെ നമുക്കൊരു ഉപകാരം ആവുള്ളൂ. അല്ലാതെ ദുനിയാവിൽ കുറേ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതൊന്നും നമ്മൾ കൊണ്ടുപോകില്ല. 3 കഷ്ണം തുണിയിലാണ് നമ്മൾ കൊണ്ടുപോവുക. ഉമ്മ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. എന്നാലും നമ്മൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഒരു വീടില്ലാഞ്ഞാൽ ശരിയാവില്ലമ്മ. അതിപ്പോൾ ഷാനിത്ത വിചാരിക്കുന്നുണ്ടാവും നമ്മളൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോയെങ്കിലെന്ന്. അല്ലാതെ എൻ്റെ ഇക്കാക്ക അങ്ങനെ പറയാൻ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഒരിക്കലും ഇക്കാക്ക നമ്മളെ പറഞ്ഞു കേൾക്കില്ല. ഒരാളുടെ പ്രചോദനം കൊണ്ട് പറഞ്ഞതായിരിക്കും. പഠിച്ചവൻ പുറത്ത് കൊടുക്കട്ടെ. മോനെ സങ്കടപ്പെടല്ലേ. മോനെ പോയി കിടന്നുറങ്ങ്. ഈ നട്ടപ്പാതിരാക്ക് ഈ ഇവിടെ ഇങ്ങനെ വന്ന് കരയണ്ടല്ലോ. മോനെ ചെല്ലേ. ഉമ്മ ശരി, അസ്സലാമു അലൈക്കും, ഞാൻ പോയി കിടക്കട്ടെ. ഷമ്മാസത വീണ്ടും ബെഡ്റൂമിലേക്ക് പോയി. ഷമ്മാസിന് കണ്ണുകളടക്കാൻ കഴിഞ്ഞില്ല. ഓരോ ചിന്തകൾ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഉമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ വളരെയധികം പാവമാണ്. പിന്നെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട മരുമകളെ അത് ഇക്ക ഡൈവേഴ്സ് ചെയ്യാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തപ്പോൾ സ്ഥിതി എനിക്കറിയണില്ല. സ്വന്തം ഉമ്മയെ വരെ പലതും തെറി പറഞ്ഞ് വിളിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാണ്. അതും ഉപ്പ എടുത്ത ഈ വീട്ടിൽ നിന്ന്. ഇക്കാക്ക് എന്താ ഇങ്ങനെ ആയിപ്പോയത് പഠിച്ചോനെ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, നല്ല സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതെന്താ ഇങ്ങനെ അറിയുന്നില്ല. ഷമ്മാസ് വിചാരിച്ചു, ഇനിയിപ്പോൾ ഞാൻ വിവാഹം കഴിച്ചാലും ആ പെണ്ണിനെ ഇവിടെ നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊരിക്കലും ഇക്കാക്ക സമ്മതിക്കൊന്നും തോന്നുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഷാനിത്ത ഇവിടെ ഉണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും അത് ഒരു ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. പഠിച്ചവനെ ഹയറായൊരു വഴി നീ കാട്ടിക്കൊണ്ടല്ല.
സത്യം പറഞ്ഞാൽ ഉപ്പ ഉണ്ടാക്കിയ ഈ വിട്ടു പോകുന്നത് വളരെയധികം മനസ്സിന് സങ്കടമുള്ള സംഭവമാണ്. കാരണം എൻ്റെ ഉപ്പയുടെ അധ്വാനം അത്രക്കും ഈ വീട്ടിലുണ്ട്. ഈ വീട് ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഹൃദയം വേദനിക്കാഞ്ഞിട്ടല്ല. പക്ഷേ നിവൃത്തികോൾ കൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. എന്തപ്പോൾ ചെയ്യുക? അള്ളാഹുവേ, ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. എൻ്റെ ഇക്ക ആദ്യം കല്യാണം കഴിച്ച എൻ്റെ ഇത്താത്തയുണ്ടല്ലോ, ആ ഇത്താത്താനൊക്കെ പോലുള്ള പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ എനിക്ക് മതി പഠിച്ചോനെ. അങ്ങനെ ആകുമ്പോൾ ജാടയൊന്നുമില്ലാത്ത നല്ല കുട്ടികളായിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒരു കുടുംബത്തെ എനിക്ക് നോക്കുവാനുണ്ട്. അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കണം. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടിയുള്ള ചിലവും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ടൈമിന് അവിടെ എത്തിച്ചു കൊടുക്കണം. പിന്നെ എൻ്റെ മനസ്സിൽ ഉള്ള ആ ഹിജാബി, അതെ, പറ്റുമെങ്കിൽ അവളെ എൻ്റെ ജീവിതസഖിയാക്കി കൂട്ടണം. എന്തായാലും പുതിയ വീടൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഉമ്മയോട് പറയണം ആ കാര്യമൊന്ന്. ആ വീടൊന്ന് അന്വേഷിക്കണം. ഒന്നിനുമല്ല, ഒരിക്കലും വീട് കാണാനോ ഒന്നിനുമല്ല, സമ്പത്ത് നോക്കാനോ അതിനൊന്നുമല്ല ഞാൻ നോക്കുന്നത്. അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളും കാര്യങ്ങളും അതൊക്കെ എന്താണെന്ന് നോക്കണം. പിന്നെ അത് മാത്രം നോക്കിയാൽ പോരല്ലോ. ഞാൻ മനസ്സിൽ വെച്ച ആ ഹിജാബിക്ക് എന്നോട് ഇഷ്ടമുണ്ടോ അതുകൂടി അറിയണം. അതറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് ഉമ്മാക്ക് ഒരു തണലായി താങ്ങായി എൻ്റെ ഹിജാബി എന്നും എൻ്റെ കൂടെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സ്നേഹം ഞാൻ അവൾക്ക് നൽകും. അതെ, അവളുടെ വലങ്കയായി ഞാൻ നിൽക്കും. അതിന് ഏറ്റവും പാവപ്പെട്ട കുട്ടിയെയാണ് എനിക്കിഷ്ടം. ഈ ഹിജാബിയുടെ സ്ഥിതി എന്താണ് ഒന്നും അറിയില്ല. എന്തായാലും ഒന്ന് അന്വേഷിച്ച് നോക്കണം. ഫ്രണ്ട്സുകളോടൊക്കെ ഒന്ന് കാര്യങ്ങൾ പറയണം. മറ്റൊന്നുമല്ലല്ലോ, വിവാഹകാര്യത്തിനല്ലേ, അല്ലാതെ പ്രേമിച്ച് നടക്കാൻ മാത്രമല്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഷമ്മാസിൻ്റെ മനസ്സിലേക്ക് ആ ഹിജാബിയുടെ ആ ഒരു നടത്തം ഓർമ്മ വരികയാണ്. പഠിച്ചോനെ, എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് റബ്ബേ ഞാൻ ചിന്തിക്കുന്നത്. അല്ലാതെ ഒരിക്കലും തെറ്റായ രീതിയിലല്ല. ഒരിക്കൽ പോലും ഞാൻ ആ ഹിജാബിയുടെ മുഖം കണ്ടിട്ടുമില്ല. ഇൻഷാ അല്ലാഹ് ഒന്ന് ഫോളോ ചെയ്യണം. ഒന്നിനുമല്ല, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഉമ്മയോട് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ നിക്കാഹെങ്കിലും കഴിച്ചിടണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് പുതിയ വീട് ഉണ്ടാക്കണം. അതിലേക്ക് അവളെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ കൈ പിടിച്ച് കയറ്റണം. അതായിരിക്കും നല്ലത്. അല്ലാതെ ഇനിയിപ്പോൾ ഫൈസൽക്കയുടെ മുമ്പക്ക് ഈ ഒരു പെണ്ണിനെ കൂടി കൊണ്ടുവരുമ്പോൾ അവനക്ക് ദേഷ്യം ഇരട്ടിയാകും. അതുണ്ടാകാൻ പാടില്ല ഒരിക്കലും. അതാണ് എൻ്റെ മനസ്സിലാഗ്രഹം. ഇനി ഉമ്മയോട് കൂടി ഒന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ഒരു പക്ഷേ ഉമ്മ എന്നോട് പറയും, മോനെ, നമ്മളുടെ ഉപ്പ ഉണ്ടാക്കിയ വീടുള്ളത് തറവാടല്ലേ, അപ്പോൾ തറവാട്ടിലേക്കല്ലേ പെണ്ണിനെ പിടിച്ച് കയറ്റേണ്ടത്, അല്ലാതെ പുതിയ വീട്ടിലേക്കല്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ ഇതാ ഉമ്മാൻ്റെ ഇഷ്ടം പോലെ നടന്നോട്ടെ. ഉമ്മക്കെതിരായിട്ട് പഠിച്ചോനെ ഞാനൊന്നും ചെയ്യില്ല. ഇൻഷാ അല്ലാഹ്. ഷമ്മാസ് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. പിന്നെ അതാ അവൻ പാതി മയക്കത്തിലേക്ക് വഴുതി വീഴുന്നു. അവൻ്റെ ആ സ്വപ്നലോകത്തേക്ക് അതാ ഹിജാബി വീണ്ടും വരുന്നു. ഹിജാബിയോട് അതാ ഷമ്മാസ് സംസാരിക്കുന്നു. ഹിജാബി, എന്നെ ഇഷ്ടമാണോ? ഹിജാബിക്ക് നിങ്ങളെയോ? അതെങ്ങനെ? ഒരിക്കലും ഞാൻ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ ഹിജാബി? അതെ, എനിക്ക് മറ്റൊരാളുണ്ട്. നീ എന്താ ഹിജാബി പറയുന്നത്? നിനക്ക് മറ്റൊരാളോ? അതെങ്ങനെ? ഹേയ്, നീ എന്നോട് കള്ളം പറയുകയല്ലേ? സത്യമായിട്ടും എനിക്ക് മറ്റൊരാളെയും എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കാൻ കഴിയില്ല. എനിക്കെൻ്റെ ഹൃദയത്തിനുള്ളിൽ ഒരാളുണ്ട്. അദ്ദേഹം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളൂ. ഹിജാബി, ഞാൻ നിന്നെ അത്രക്കും കൊതിച്ചു പോയതാണ്. നീ എന്നെ വിട്ടു പോകരുത് പ്ലീസ്. ഹിജാബി, എന്നെ വിട്ടു പോകല്ലേ മോളെ. നിന്നെ ഞാൻ സംരക്ഷിക്കും. ഇൻഷാ അല്ലാഹ് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എൻ്റെ കൂടെ ജീവിച്ചാൽ നിനക്ക്.
നീ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ആ ജീവിതം ഞാൻ നിനക്ക് നൽകും മോളെ. ഷമ്മാസ് ഹിജാബിയുടെ പിന്നാലെ പോകുന്നു. ഹേയ് നോ, എൻ്റെ അടുത്തേക്ക് വരരുത്. അതെ, എൻ്റെ അടുത്ത് എൻ്റെ ഹൃദയത്തിലെ ഒരാളുണ്ട് എനിക്ക്. പ്ലീസ്, നിങ്ങളെ അടുത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും. ഹിജാബി അതാ ഷമ്മാസിൻ്റെ കൺമുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഹിജാബി പ്ലീസ്, അവിടെ നിൽക്കണം, നിങ്ങൾ പോവരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും അതാ ഷമ്മാസ് ഞെട്ടി ഉണർന്നു. AC റൂമിലായിട്ട് പോലും അവനാകെ വിയർത്തിട്ടുണ്ട്. എന്താ പഠിച്ചവനെ ഇത്? എന്തൊക്കെയാണ് ഞാൻ കണ്ടത്? സ്വപ്നമായിരുന്നോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാസ് അതാ അവൻ്റെ ഇടത് ചുമലിലേക്ക് 3 വട്ടം ഊതുന്നു. എന്തൊരു സ്വപ്നം! എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതിലൊരു എൻ്റെ സ്വപ്നമായിരുന്നു ഹിജാബി. പക്ഷേ അവൾ പറഞ്ഞ ആ വാക്ക്, അവളുടെ ഹൃദയത്തിൽ മറ്റൊരാളുണ്ടെന്ന്. പഠിച്ചോനെ, സ്വപ്നമായാലും പുലർച്ചെയുള്ള സ്വപ്നം യാഥാർത്ഥ്യമാകും എന്നാണല്ലോ. നേരം പുലർച്ചെയാണിപ്പോൾ. അവൻ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി. പഠിച്ചോനെ, തഹജ്ജുദിന് സമയമായല്ലോ. പെട്ടെന്ന് എണീറ്റ് ഫ്രഷായി അതാ നിസ്കരിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. ഈ തഹജ്ജുദിൻ്റെ ഈ ഒരു ടൈമിലാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. പഠിച്ചോനെ, ഹൈറാണെങ്കിൽ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് നേടിയെടുക്കണം. അതിന് നീ തുണയേകണേ റഹ്മാനെ. ആമീൻ. ഒരിക്കലും എന്നോടവൾ നോ എന്ന് പറയരുത്. പിന്നെ അവൾ പറഞ്ഞല്ലോ, എൻ്റെ ഹൃദയത്തിൽ മറ്റൊരാളുണ്ട്, ഒരിക്കലും നിങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്ന്. അത് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ് എനിക്കറിയില്ല. ഷമ്മാസ് കണ്ണുനീരൊലിപ്പിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തു.